തന്നിൽ നായക, എന്നും നീ തന്നെ എന്നെ കാവൽ ചെയ്യുന്നവൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ ഒരു പ്രഭാത ധ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളതായ ഭാഗം സിംഹം, കാളക്കുട്ടി, മനുഷ്യൻ, കഴുകൻ എന്നീ 4 ജീവികളെ കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നമ്മോടിങ്ങനെ പറയുന്നു: 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖം ഉള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. ഈ 4 ജീവികളും റെപ്രസെന്റ് ചെയ്യുന്നതായ ചില കാര്യാദികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: 1-ാം ജീവി എന്ന് പറയുന്നത് സിംഹത്തിന് സദൃശ്യം എന്നതും എന്നിവയെ സിംഹം എന്നത് ഒരു രാജാവിൻ്റെ പ്രൗഢിയുള്ളതായ ഒരു ജീവിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ഉപമിക്കുന്നത് ഇങ്ങനെയാണ്: യഹൂദാ ഗോത്രത്തിലെ ഗർജിക്കുന്ന സിംഹം എന്ന് ഉപമിക്കുന്നു. ഇവിടെ പറയുന്നത് യഹൂദാ ഗോത്രത്തിലെ സിംഹത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തത് 2-ാമത്തെ ജീവിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം. ഈ കാളയുടെ സദൃശ്യം എന്ന് പറയുന്നത് സേവന തുല്യമായ ഒരു മനസ്സിനെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതായത് ഇവിടെ പറയുന്നത് സേവനം, ത്യാഗം, ക്ഷമാശക്തി എന്നിവയെ കാള പ്രതിനിധീകരിക്കുന്നു. അടുത്തത് 3-ാമത്തെ ജീവി നമ്മോട് പറയുന്നത് മനുഷ്യനെയാണ്. മനുഷ്യന് മറ്റു ജീവികളുമായിട്ടുള്ളതായ ചില സാമ്യതകളെ കുറിച്ചും ഇവിടെ പറയുന്നു. ദൈവം മനുഷ്യനെ നിർമ്മിച്ചത് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ ഇങ്ങനെ പറയുന്നു: വരുവിൻ നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. അപ്പോൾ മറ്റു ജീവികളുമായിട്ട് മനുഷ്യന് ഉള്ളതായ ഒരു കഴിവ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ചിന്താശക്തിയോടെ കാര്യാദികൾ ചെയ്യുവാനുള്ളതായ ഒരു അവസരം മനുഷ്യന് ദൈവം നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 4-ാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. ഏറ്റവും ഉയരങ്ങളിൽ പറക്കുന്ന ഒരു ജീവിയാണ് കഴുകൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കഴുകന്റെ കഷ്ടതയും പ്രയാസങ്ങളൊക്കെയും അതിജീവിച്ച് അത് ഉയരങ്ങളിലേക്ക് പറക്കുകയും ഉയരങ്ങളിൽ ചെന്ന് പാർക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ പറയുന്നു: ചിറകുള്ള ജീവികളുടെ ഏറ്റവും ഉയർന്നതിനെ സൂചിപ്പിക്കുന്നു. പരമാധികാരം, മേൽനോട്ടം, വേഗത, ചടുലത എന്നിവയെ പ്രതീകപ്പെടുത്തുകയാണ് കഴുകൻ എന്ന ജീവി. അപ്പൊ ഇവിടെ 4 ജീവികളെ കുറിച്ച് നമ്മോട് ഇങ്ങനെ പറയുന്നു. ഈ 4 ജീവികളും ദൈവത്തിൻ്റെതായ ചില കഴിവുകൾ ഈ 4 ജീവികൾക്കും നൽകിയിട്ടുണ്ട്. ഈ ഓരോ കഴിവുകളും ദൈവത്തിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പൊന്നു ദൈവമേ, പൊന്നു നാമത്തിനായി നന്ദി അറിയിക്കുന്നു. ദൈവമേ, ഇന്ന് ഈ സമയം അങ്ങ് നൽകുന്നതായ ചിന്താശക്തിയിൽ ജീവിക്കുവാൻ അങ്ങ് അവിടുന്ന് സഹായിച്ച് വൻകൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്നു. തുടർന്നും ദൈവമേ, അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.